പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഇസ്ലാമാബാദിന്റെ സമീപകാല ആക്രമണങ്ങളെ പരിഹസിച്ചു. അവ കാബൂളിൽ യഥാർത്ഥ നാശനഷ്ടങ്ങളൊന്നുമില്ലാത്ത ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2021 ഓഗസ്റ്റിൽ താലിബാൻ സർക്കാർ രൂപീകരിച്ചതിനു ശേഷം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ആദ്യത്തെ ഉന്നതതല ഇടപെടലായ തന്റെ ചരിത്ര സന്ദർശന വേളയിൽ ന്യൂഡൽഹിയിൽ നിന്നും സംസാരിച്ച മുത്തഖി അതിർത്തിക്കപ്പുറത്ത് തീവ്രവാദികളെ ലക്ഷ്യമിടുന്നുവെന്ന പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളയുകയും ചെയ്തു. ഞങ്ങൾ ഇവിടെ ന്യൂഡൽഹിയിലായിരുന്നു, അതിനാൽ ഞങ്ങളും കേട്ടു. കാബൂൾ ഒരു ശബ്ദം കേട്ടതായി ബഹുമാനപ്പെട്ട സബിയുള്ള മുജാഹിദ് സാഹിബ് റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ രാത്രി മുഴുവൻ തിരഞ്ഞു, പക്ഷേ നാശനഷ്ടങ്ങളുടെ ഒരു സൂചനയും ഞങ്ങൾക്ക് ലഭിച്ചില്ല. ആരാണ് ആ ശബ്ദങ്ങൾ ഉണ്ടാക്കിയതെന്ന് ഞങ്ങൾക്കറിയില്ല. ഖനിത്തൊഴിലാളികൾ ചിലത് പൊട്ടിത്തെറിച്ചോ അതോ മറ്റെന്തെങ്കിലും ആണോ? തീർച്ചയായും അതിർത്തി പ്രദേശങ്ങളിൽ, നമ്മുടെ വിദൂര പ്രദേശങ്ങളിൽ ഒരു പ്രശ്നമുണ്ട്. അതിന് ഞങ്ങൾ ഉത്തരവാദികളാണ്. പാകിസ്ഥാൻ സർക്കാരിന്റെ ഈ ഒരു പ്രവൃത്തി ഒരു വലിയ തെറ്റാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഇതുപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. അത്തരം പ്രശ്നങ്ങൾ ബലപ്രയോഗത്തിലൂടെ പരിഹരിക്കാൻ കഴിയില്ല എന്നതിന് അഫ്ഗാനിസ്ഥാന്റെ ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു. ചർച്ചകളുടെയും വാതിൽ ഞങ്ങൾ തുറന്നിട്ടിരിക്കുന്നു. ചർച്ചകൾ ഉണ്ടാകണം. ശരീരത്തിലും മനസ്സിലുമുള്ള പ്രശ്നങ്ങൾ, സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കണം. അത്തരമൊരു തെറ്റ് ആവർത്തിക്കരുത് എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന്റെ സൈനിക സ്ഥാപനത്തെ നേരിട്ട് വിമർശിച്ചുകൊണ്ട് മുത്തഖി അവർ അഫ്ഗാനികളുടെ ധൈര്യം പരീക്ഷിച്ചില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. ആളുകൾ അങ്ങനെ ചെയ്താൽ അവർ ആദ്യം ബ്രിട്ടീഷുകാരോടും പിന്നീട് സോവിയറ്റ് യൂണിയനോടും പിന്നീട് അമേരിക്കയോടും പിന്നീട് നാറ്റോയോടും ചോദിക്കണം. അങ്ങനെ അവർക്ക് നിങ്ങളെ അല്പം മനസ്സിലാക്കാൻ കഴിയും. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ, അഫ്ഗാനിസ്ഥാൻ സർക്കാർ, അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ നയം സന്തുലിതമായ നയമാണ്. അതൊരു സമാധാനപരമായ നയമാണ്. 4 വർഷത്തിനു ശേഷം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുന്നതിന്റെ സൂചനയാണ് മുത്താഖിയുടെ സന്ദർശനം. ഡൽഹിയിലെ തന്റെ വാസത്തിനിടെ അദ്ദേഹം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും സംഘത്തെയും കണ്ടു. ഇതൊരു പ്രധാന നയതന്ത്ര ഉരുകൽ സൂചനയും ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചു. ഇന്ത്യൻ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാര പാതകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും മുത്താഖി ഊന്നി പറഞ്ഞു. ഈ പാതകൾ ജനങ്ങളുടേതാണ്. അവ അവരുടെ ഉപജീവന മാർഗമാണ്. അവ അടച്ചിടരുത്. അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തിന് ഏറ്റവും അടുത്തതും സൗകര്യപ്രദവുമായ പാതയാണിത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നതോ ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നതോ ആയ സാധനങ്ങൾ ഈ പാതയിലൂടെ വളരെ വില കുറഞ്ഞതാണ്. അതിനാൽ വ്യാപാരം പുനരാരംഭിക്കാനും അനുദിനം വളരാനും കഴിയുന്ന തരത്തിൽ ഈ പാതകൾ വീണ്ടും തുറക്കണമെന്നാണ് ഇരു രാജ്യങ്ങളുടെയും ആഗ്രഹം. നയതന്ത്ര ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം ക്രമേണ മെച്ചപ്പെട്ടു വരികയാണ്. ഇന്ത്യയിലേക്കുള്ള ഞങ്ങളുടെ ആദ്യ സന്ദർശനമാണിത്. ഇന്ന് കാബൂളിലെ സാങ്കേതിക ദൗത്യം നയതന്ത്രപരമാക്കി ഇന്ത്യ ഉയർത്തുമെന്ന് തീരുമാനിച്ചു. അതുപോലെ നമ്മുടെ നയതന്ത്രജ്ഞർ ഡൽഹിയിലേക്ക് വരും. സാധാരണവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഈ ക്രമേണ പ്രക്രിയയാണ് ലക്ഷ്യം. അഫ്ഗാൻ കായിക വിനോദങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഇന്ത്യയുടെ പങ്ക് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. കായിക രംഗത്ത് ഈ മേഖലയിൽ ഇന്ത്യ എപ്പോഴും അഫ്ഗാനിസ്ഥാനെ പിന്തുണച്ചിട്ടുണ്ട്. നമ്മുടെ നിരവധി കളിക്കാർ ഇവിടെ നിന്ന് പഠിച്ചു. ഈ സഹകരണം തുടരുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ കായിക ടീമുകൾ ദിനംപ്രതി പുരോഗമിക്കുന്നു. ഈ ബന്ധങ്ങൾ കൂടുതൽ വളരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.